ഇപ്പോൾ ബാർക്കോഴ ആരോപണത്തിൽ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് കുറച്ച് സംഘർഷഭരിതമാകുന്നുണ്ട്. പലയാവർക്കും ജലപീരങ്കി പ്രയോഗമുണ്ടായി. പ്രവർത്തകർ പോലീസിന് നേരെ നിരന്തരം കല്ലെറിഞ്ഞു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. NG പ്രതീഷ് വിവരങ്ങൾ ചെയ്യുന്നു. പ്രതീഷ്, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? സംഘർഷാവസ്ഥ അങ്ങനെ തുടരുകയാണോ? ഹാഷ്മി, സംഘർഷത്തിന് ഇപ്പോഴും അയവില്ല. സർക്കാരിനെതിരെ ഉയർന്ന ബാർക്കോഴ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിലേക്ക് വഴിവെച്ചത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നായിരുന്നു പ്രവർത്തകർ മാർച്ച് തുടങ്ങിയത്. നിയമസഭയ്ക്ക് തൊട്ട് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് തടഞ്ഞു. പിന്നീട് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തരത്തിൽ വാക്കേറ്റമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. നിരന്തരമായി പോലീസിന് നിരയും ജലപീരങ്കി വാഹനത്തിന് നിരയും പ്രവർത്തകർ കല്ലെറിയുന്നുണ്ട്. പക്ഷേ പോലീസ് പരമാവധി ഒരു സംയമനം പാലിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ സ്ഥാപിച്ചിരുന്ന ഒരു ബാരിക്കേഡ് ഈ പ്രവർത്തകർ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് വടം കെട്ടി ഈ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചെങ്കിലും പ്രവർത്തകർ ബലപ്രയോഗത്തിലൂടെ ഈ വടം അഴിച്ചു മാറ്റുകയായിരുന്നു. പിന്നീട് ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ബാരിക്കേഡാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്. ആ വഴിയിലൂടെ ഇതിനകത്തേക്ക് കടക്കാനും ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംയമനം ഇവിടെ ഉണ്ട്. ഇപ്പോൾ മറ്റൊരു ജലപീരങ്കി കൂടി പ്രവർത്തകർക്ക് നേരെ എത്തുന്നുണ്ട്. 2 ജലപീരങ്കി വാഹനങ്ങളാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഇവിടെ ഉള്ളത്. പോലീസ് 4ാമതും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ തന്നെയുള്ള ഒരു പ്രതിരോധവുമായി തന്നെ ഈ നിയമസഭയ്ക്ക് മുന്നിൽ തന്നെയുണ്ട്. ജലപീരങ്കി പ്രയോഗിക്കുന്ന ഘട്ടത്തിലും പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുന്നുണ്ട്. ഈ കൂടുതൽ പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അതാണ് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പല ഘട്ടങ്ങളിലും പോലീസിന് ഈ ബാരിക്കേഡ് മറികടന്ന് നിയമസഭാ ഭാഗത്തേക്ക് പോകാൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് അത് തടയുകയായിരുന്നു. അല്പസമയം മുമ്പാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ നിന്ന് മടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് മടങ്ങിയതോടുകൂടിയാണ് ഈ മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പ്രതിപക്ഷ നേതാവ് പോയ ഉടൻ തന്നെ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഈ വടം കെട്ടി തടഞ്ഞിരുന്ന ബാരിക്കേഡുകൾ പ്രവർത്തകർ ഈ വടം ഉപയോഗിച്ച് വലിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള ഒരു ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ കൈകൾ കോർത്ത് അങ്ങനെ നിലയുറപ്പിക്കുകയാണ്. ബാർക്കോഴയിൽ ഉയർന്ന ആരോപണത്തെ തുടർന്നാണ് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് പുരോഗമിക്കുന്നത്. ഷഫീദ് റാവത്ത് കൂടി ചേർന്നു. ഷഫീദ്, സാധാരണയിൽ നമ്മൾ ഇത്തരം പ്രതിഷേധ രംഗങ്ങളിൽ ഒരു ജലപീരങ്കി വണ്ടിയെ കാണാറുള്ളൂ. ഇതിപ്പോൾ 2 ഉണ്ടോ ഷഫീദ്? ഹാഷ്മി, ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭയിലേക്ക് അതല്ലെങ്കിൽ സർക്കാർ കേന്ദ്രത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ വർദ്ധിത വീര്യത്തോടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ നിയമസഭയ്ക്ക് മുൻപിൽ അരങ്ങേറുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ അനുകൂല ഘടകം, അത് മാത്രമല്ല അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് തിങ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ശക്തി പ്രകടനത്തിൽ, ഈ പ്രതിഷേധത്തിലടക്കം നമുക്ക് കാണാൻ കഴിയും. നിയമസഭയിലേക്ക് ബാർക്കോഴ ആരോപണം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പോലീസിന് നേരെ വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു. ഏതാണ്ട് ഹാഷ്മി, സാധാരണഗതിയിൽ നമ്മൾ ഈ സമരത്തിലൊക്കെ കാണുന്ന ചെറിയ മെറ്റൽ കഷ്ണങ്ങളൊന്നുമല്ല, വലിയ കല്ലുകൾ, പാറക്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിന് നേർക്ക് വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി. കമ്പുകൾ, പൊടിക്കമ്പുകളും മറ്റു കമ്പുകളും പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും പ്രവർത്തകർ ഈ നിയമസഭയുടെ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പലതവണ ഈ ബാരിക്കേഡ് മറച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്നാൽ പോലീസ് അതിനെ തടസ്സപ്പെടുത്തി. ഇപ്പോഴും വലിയ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് നിയമസഭയുടെ മുൻവശം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2 ജലപീരങ്കി വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം പോലീസ് നടത്തി. ഏതാണ്ട് 8ലധികം തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ട് പോലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്ന് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നേരെ വലിയൊരു പ്രൊവോക്കേഷനാണ് ഉണ്ടായത്. അത് കമ്പുകൾ വലിച്ചെറിയുന്നു, പോലീസുകാരെ ഈ കല്ലുകൾ കൊണ്ട് നേരിടുന്നു. അതിനപ്പുറത്തേക്ക് കമ്പുകൾ കൊണ്ട് ബാരിക്കേഡിന് ഇപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ അടിക്കി നടക്കും. ഇപ്പോൾ കുറച്ചുകൂടി സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു പക്ഷേ അത് ഈ
ടിയർ ഗ്യാസ് പ്രയോഗത്തിലേക്ക് അടക്കം കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്നുള്ള മുന്നറിയിപ്പ് തൊട്ടടുത്ത മിനിറ്റിൽ ഉണ്ടാകും. ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പോലീസിന് നേരെ വ്യാപകമായിട്ടുള്ള പ്രൊവക്കേഷൻ ഉണ്ടായി. പോലീസിന് നേരെ വലിയ കല്ലുകൾ വലിച്ചെറിഞ്ഞു. കമ്പുകൾ കൊണ്ട് പോലീസിനെ അടിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ബാരിക്കേഡുകളുടെ കയറഴിച്ചു. മാത്രമല്ല ബാരിക്കേഡ് തള്ളിമറിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് വരാനുള്ള നീക്കങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ സംഘർഷ സമാനമായ സാഹചര്യം നിയമസഭയ്ക്ക് മുൻപിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം നിയമസഭ സ്തംഭിക്കുന്നത്. അത് ഈ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്ന് രാവിലെ വീണ്ടും അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകുന്നതായിരുന്നു. അതടക്കമുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം അതൊരു പ്രതിഷേധമായി ഉയർത്തുമ്പോൾ ബാർക്കോഴ ആരോപണത്തിൽ നിയമസഭയ്ക്ക് മുൻപിൽ സംഘർഷ സമാനമായ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞുപോയിട്ടില്ല. പോലീസിന് നേരെ ആക്രോശങ്ങളുണ്ട്. പോലീസിന് നേരെ കല്ലേറും അതേപോലെ തന്നെ കമ്പുകൊണ്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ബാരിക്കേഡ് പൂർണ്ണമായും അടർത്തി മാറ്റുന്ന സാഹചര്യം, അതായത് നിരത്തി വെച്ചിരിക്കുന്ന ബാരിക്കേഡ് അത് പൂർണ്ണമായും വലിച്ചു നീക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് നിയമസഭയ്ക്ക് മുൻവശം മാറിയിരിക്കുന്നു. ഏതായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഇടക്കാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് വലിയൊരു അവരുടെ ഒരു ശക്തി പ്രകടനം അത് നമ്മൾ മുൻപ് ഈ വണ്ടിപ്പെരിയാറിലൊക്കെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിനെ മാർച്ച് 2 ജലപീരങ്കിയിൽ വാട്ടർ ക്യാനൺ പ്രയോഗിക്കുകയാണ്. അവിടെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്ക നിലയുറപ്പിക്കണം.